ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് രോഗശാന്തി ലഭിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ ആയുസ്സ് നീട്ടിക്കിട്ടണമെന്നും പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുണ്ടോ, ആത്മാർത്ഥതയുണ്ടോ, ആത്മീയതയുണ്ടോ? ഇതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ചിന്താ കേന്ദ്രം. ഏതാണ്ട് 4-5 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗാവസ്ഥയെപ്പറ്റി ഞാനൊരു വീഡിയോ ഏവരുമായി പങ്കിട്ടത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ആ വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തിന് രോഗശാന്തി ലഭിക്കണമെന്നും എത്രയും പെട്ടെന്ന് ആശുപത്രി വിട്ട് തൻ്റെ വാസസ്ഥലത്തേക്ക് അദ്ദേഹം മടങ്ങി വരണമെന്നും സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ആ വീഡിയോയിൽ ഞാൻ ആകപ്പാടെ ചെയ്തത് വളരെ അർത്ഥവത്തായി, ശ്രദ്ധേയമായി, ദൈവികമായി ജീവിച്ച ഒരു നല്ല ജീവൻ്റെ ആത്മീയ സൗന്ദര്യത്തെ അംഗീകരിക്കുകയും മാനിക്കുകയും അതിനെ ആഘോഷിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആശുപത്രിയിൽ ശുശ്രൂഷയിൽ തുടരുന്ന പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടെ ഗുരുതരമായി എന്ന വാർത്ത വരുന്നു. അതിനോടൊപ്പം തന്നെ മലയാളം ചാനലുകളിൽ പല ആളുകളും റോമിൽ വന്ന് കൂട്ടമായി നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് രോഗശാന്തി ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനെപ്പറ്റി പലവിധ റിപ്പോർട്ടുകൾ വരുന്നതും അതിന് ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് നാം ഏവരും ഈ കാര്യത്തെപ്പറ്റി ഒരുമിച്ച് ചിന്തിക്കുന്നത് ഉചിതമാണ് എന്ന് എനിക്ക് തോന്നുവാനിടയായത്. രോഗശാന്തിയെപ്പറ്റി എനിക്ക് 2 പരസ്പര വിരുദ്ധമായ ധാരണകളാണുള്ളത്. ഒന്ന്, ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. 2, രോഗശാന്തി എന്നത് മനുഷ്യരുടെ റെക്കമെൻഡേഷനിൽ ദൈവം ചെയ്യുന്ന ഔദാര്യമല്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ രോഗശാന്തി അനുഭവിച്ച വ്യക്തിയാണ്. 1992 തികച്ചും തളർന്ന് തല കഴിയാൻ വയ്യാത്ത വിധത്തിൽ 3 മാസം ഞാൻ കിടക്ക മാത്രം അവലംബിച്ച് കഴിഞ്ഞുകൂടുകയും അതിൻ്റെ മധ്യത്തിൽ എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ, സെൻറ്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ്, ഇനി ഒരുപക്ഷെ താങ്കൾ എഴുന്നേറ്റ് നടക്കയില്ല, അത് സ്വീകരിപ്പാൻ കൂടെ തയ്യാറാകണം എന്നോട് പറയുകയും ചെയ്ത സാഹചര്യമുണ്ടായി. എന്നാൽ അതിൽ നിന്ന് തന്നെ അത്ഭുതമായി ദൈവം ഉയർപ്പിച്ചു, ഞാനൊരു ഉയർത്തെഴുന്നേൽപ്പ് അനുഭവിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ അത് സംഭവിച്ചപ്പോൾ രോഗശാന്തിയേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സെന്നോട് മന്ത്രിച്ചൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഞാൻ മാറ്റലിയോടുകൂടെ കേട്ട ഒരു സത്യം, നിൻ്റെ ജീവിത ദൗത്യം ഇനിയും അവസാനിച്ചിട്ടില്ല. നിൻ്റെ ജീവിത ദൗത്യം ഇനിയും അവസാനിച്ചിട്ടില്ല, അതുകൊണ്ട് നീ എഴുന്നേൽക്കും എന്നാണ് എൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായി എന്നോട് പറഞ്ഞത്. അത് ദൈവം എന്നോട് ഒന്ന് പറഞ്ഞെന്നോ പരിശുദ്ധാത്മാവ് മറുഭാഷയായിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെ യാതൊരു അവകാശവാദവും. എൻ്റെ മനസ്സെന്നോടിത് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഞാനിനിയും എഴുന്നേറ്റ് നടക്കുകയില്ല എന്ന് വേദശാസ്ത്രം പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടക്കുമെന്നൊന്നുമല്ല, ഇങ്ങനെ തന്നെയാണ്, നിൻ്റെ ദൗത്യം ഇനിയും അവസാനിച്ചിട്ടില്ല, ഇത്രമാത്രം. അതൊരു വലിയ ആശ്വാസമായി, പ്രത്യാശയായി എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്തിരുന്നു. അങ്ങനെ ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ഏതോ പ്രേരണയാൽ തലയൊന്ന് പൊക്കി നോക്കിയപ്പോൾ അതുവരെ സാധിക്കാതിരുന്നത് സാധിക്കുകയും ഞാൻ തല പൊക്കുകയും ചെയ്തു. അവിടെ നിന്ന് അത്ഭുതകരമായ നാളിതുവരെയും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും വളരെ സമൃദ്ധമായി ജീവിത സാധ്യതകളെ
കൈകാര്യം ചെയ്യുവാനും എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുവാനും ഇടയായി എന്നതിൻ്റെ ജീവിത സാക്ഷ്യമാണ്. അപ്പോൾ രോഗശാന്തി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത്ഭുത രോഗശാന്തി ഉണ്ടോ? ഉണ്ട്. പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന കോലാഹലം പോലെയാണോ? അല്ല, യാതൊരു സംശയമില്ല. ഞാൻ രോഗശാന്തി പ്രാപിച്ചത് ഏതെങ്കിലും പ്രവാചകനോ അത്ഭുത രോഗശാന്തി വിദഗ്ധനോ എൻ്റെ അടുത്ത് വന്ന് പൊറാട്ട് നാടകം കളിച്ചിട്ടല്ല. എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഞാൻ ഈ 3 മാസം തളർന്ന് കട്ടിലിൽ കിടക്കുമ്പോൾ ഒരു ദൈവദാസനോ ഒരു വിശ്വാസിയോ ഒരു പുരോഹിതനോ ഒരു മെത്രാനോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. എന്നെ ആരും വന്ന് സന്ദർശിച്ചിട്ടുമില്ല. ക്രിസ്തീയ വിശ്വാസ സമൂഹം കരുതലിൻ്റെ സംസ്കാരം എത്രമാത്രം സമ്പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുന്നുവെന്ന് പല അനുഭവങ്ങൾ കൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഗണ്യമായ പ്രതിഫലം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലും ആത്മീയതയുടെ പേരിൽ ഈ കാലത്ത് ആരും സമയം നഷ്ടപ്പെടുത്താറില്ല എന്നത് മറ്റൊരു വിഷയമാണ്. ഞാനത് കൂടുതലായി പറയുന്നത്. അപ്പോൾ രോഗശാന്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ അത് സർവശക്തനായ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ പരിധിയിൽ മാത്രം നിൽക്കുന്നതാണ് എന്നും അത് ദൈവികമായ പ്ലാനും പദ്ധതിക്കനുസരിച്ച് മാത്രം ദൈവത്തിൻ്റെ എല്ലാറ്റിനും ഉപരിയായി പ്രവർത്തിക്കുന്ന സോവറിൻ വിൽ ഓഫ് ഗാഡ് അനുസരിച്ച് മാത്രം സംഭവിക്കുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ആരുടെയെങ്കിലും റെക്കമെൻഡേഷനിൽ ദൈവം അത് ചെയ്യും, കാരണം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നറിയാൻ വയ്യാത്ത വലിയ മൂളയൊന്നുമില്ലാത്ത ദൈവമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായി വളരെ വിദഗ്ധരായ, വളരെ പക്വതയുള്ള, അറിവുള്ള, ജ്ഞാനമുള്ള, വിവേകമുള്ള ചില ആളുകൾ പറഞ്ഞു കൊടുത്തെങ്കിലേ കണ്ണു തുറന്ന് അദ്ദേഹം വല്ലതും ചെയ്യത്തുള്ളൂ എന്നത് ദൈവത്തെ അപമാനിക്കുന്ന ഒരു സങ്കല്പമാണ് എന്നതിനെപ്പറ്റി എൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമതായിട്ട് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, നിങ്ങൾ പ്രകൃതിയിൽ ഒരു ചക്കക്കുരു നട്ടിട്ട് ദൈവമേ ഇത് കിളിക്കുമ്പോൾ മാവായിരിക്കണേ, എനിക്ക് മാങ്ങയാണ് ഇഷ്ടം, ചക്കയോട് വലിയ ഇഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് ദയവായിട്ട് ഇത് കിളിച്ചു വരുമ്പോൾ പ്ലാവ് വേണ്ട മാവാകാൻ അവിടുന്ന് അങ്ങേക്ക് കഴിയാത്തൊന്നുമില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നതിന് വല്ല അർത്ഥമുണ്ട്? അർത്ഥമില്ല എന്ന് നിങ്ങൾ സമ്മതിക്കും. കാരണം എന്താണ്? അവിടെ ഒരു തത്വം, ഒരു ശാസ്ത്രീയമായ തത്വം നമുക്കറിയാം. എന്താണ്? ഇപ്പോൾ സംഭവിക്കുന്നത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള എല്ലാറ്റിൻ്റെയും ആകെത്തുകയെ ആസ്പദമാക്കിയാണ്. ചക്കക്കുരു ചരിത്രത്തിൽ ആവിർഭവിച്ചിട്ട് എത്രയോ സഹസ്രാബ്ദങ്ങളായി. ചക്കക്കുരുവും പ്ലാവും തമ്മിലുള്ള ബന്ധം സൃഷ്ടികർത്താവ് നിർമ്മിച്ചതാണ്. അങ്ങനെ നിർമ്മിച്ചതിൽ മനുഷ്യബുദ്ധിയെ കവിയുന്ന വലിയ മർമ്മങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം ആ മർമ്മം എൻ്റെ താല്പര്യമനുസരിച്ചൊന്ന് മാറ്റി എഴുതി തരണം, എനിക്ക് വേണ്ടി ഒരു എക്സെപ്ഷൻ തരണം എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ആരോഗ്യം നാം കഴിഞ്ഞ കാലങ്ങളിൽ എപ്രകാരം ജീവിച്ചു എന്നതിനെ മുഖ്യമായും ആശ്രയിച്ചാണ്. യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ജീവിതത്തിൽ അല്പം പോലും വ്യായാമമില്ലാതെ അധ്വാനിക്കാതെ ഇരുന്നിരുന്നിരുന്ന് സുഖിച്ച് തിന്ന് വീർത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കാര്യമായ രോഗം വരുമ്പോൾ, 30-ാമത്തെ അല്ല 40-ാമത്തെ രോഗം വരുമ്പോൾ, കർത്താവേ അവൻ്റെ ജീവൻ രക്ഷിക്കണേ, അവൻ 100 വയസ്സ് വരെ ജീവിക്കാൻ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ ജീവിച്ചു വന്ന വഴിയിൽ അവൻ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അവൻ്റെ ഭാവി. മൂക്കറ്റവും കള്ളു കുടിച്ച് നടക്കുന്നൊരു വ്യക്തിക്ക് ലിവർ സിറോസിസ് വന്ന് ചാകാൻ കിടക്കുമ്പോൾ, കർത്താവേ അവനോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ദൈവത്തിൻ്റെ കരുണ
ഒരു വലിയ ശക്തി തന്നെയാണ്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് പ്രവർത്തിക്കുന്നതിന് അതിൻ്റേതായ വിധമുണ്ട്. ആ വിധത്തെ സ്വീകരിക്കാതെ, ഇപ്പം ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് അതിനെ സ്വീകരിക്കണമെങ്കിൽ ദൈവഹിതം എന്ത് എന്ന് അന്വേഷിച്ചറിഞ്ഞ് ജീവിതത്തെ അപ്രകാരം ക്രമീകരിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ ദൈവകൃപ എന്നതിൽ വിശ്വസിക്കാൻ പോലും സാധ്യമാകുകയുള്ളൂ. രണ്ടാമത് അതിൻ്റെ ആനുകൂല്യം പ്രാപിപ്പാനും സാധ്യമാകുകയുള്ളൂ. ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് ചേർന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം എന്താണ്, അതുകൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്താണ് സംഭവിക്കേണ്ടത്, ഒരു മനുഷ്യ ആയുസ്സിൽ സംഭവിക്കേണ്ട ദൗത്യം എന്താണ്, അതെല്ലാറ്റിലും, പ്രകൃതിയിൽ എല്ലാറ്റിനും അതിൻ്റേതായ ചിട്ടയും ക്രമവുമുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഓമ നട്ടാൽ അത് 20 വർഷം 25 വർഷം നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ പല ഓമകളും നടന്നുണ്ട്. ഒരേ ഒരു വർഷം കായ്ച്ചിട്ട് അടുത്ത വർഷം അത് കൂപ്പ് കുത്തി വീഴുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു ഓമയുടെ മൂട്ടിൽ നിന്നുകൊണ്ട് ദൈവമേ ഇത് എൻ്റെ ഓമയാണ്, അതുകൊണ്ട് മറ്റെല്ലാവരുടെയും ഓമ വീണോട്ടെ, എൻ്റെ ഓമ വീഴരുത് എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥമുണ്ട്. എന്നാൽ ഒരു ഓമ നിൽക്കുമ്പോൾ അതിൽ നല്ല ഫലം കായ്ക്കാൻ സാധിക്കുന്ന വിധത്തിൽ അതിന് പരിചരണം ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയണം. അതിനുള്ള ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്, സാഹചര്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഇതൊന്നും പ്രയോഗിക്കാതെ എല്ലാ ചുമതലയും ദൈവത്തിൻ്റെ മേൽ ഇട്ടുകൊടുക്കുന്ന ഈ ക്രിസ്ത്യാനിയുടെ, വിശ്വാസിയുടെ ഔദാര്യം വളരെ കൂടിപ്പോകുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയിലേക്ക് തിരിച്ചു വരാം. ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഉയരത്തിൽ നിന്ന് പ്രാപിച്ച കൃപകൾക്കും വരങ്ങൾക്കും അനുസരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ അതിശ്രദ്ധേയമായ, അതിമനോഹരമായ, മാഹാത്മ്യമേറിയ ആത്മീയ ദൗത്യം നിർവഹിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. എനിക്കൊരു കാര്യം വ്യക്തമാണ്. ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കളുടെ ജീവൻ ഒരു 5 വർഷം കൂടെ നീട്ടിക്കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പുഞ്ചിരിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം അദ്ദേഹത്തിനറിയാം എല്ലാറ്റിന്മേലും കർത്തൃത്വം നടത്തുന്നത് മനുഷ്യരുടെ ഒത്താശ ആവശ്യമില്ലാത്ത സർവശക്തനായ ദൈവം തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള പക്വത, ആത്മീയമായ പരിജ്ഞാനം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉള്ളത് കൊണ്ടാണ് ഞാനും അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്നത്. എന്ന് മാത്രവുമല്ല, ഒരു പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെയുള്ളവരോട് പറയും, അതാണ് എനിക്ക് പ്രധാനമായും ഈ വീഡിയോയിൽ ഊന്നി പറയാനുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെയോ നിങ്ങളുടെയോ, നിങ്ങൾ സ്നേഹിക്കുന്ന ആരുടെയോ ജീവൻ 2 ദിവസം, 2 മാസം, 2 വർഷം, 20 വർഷം നീട്ടിക്കിട്ടണമെന്നല്ല. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അനുവദിച്ച് കിട്ടിയാൽ അത് ഏറ്റവും അർത്ഥവത്തായും മനോഹരമായും ദൈവിക വെളിച്ചം തുളുമ്പുന്ന വിധത്തിൽ എപ്രകാരം ജീവിക്കണമെന്ന് എന്നെ പഠിപ്പിക്കണമേ. അപ്രകാരം തന്നെ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നല്ല ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നീതിയുടെ പാതയിൽ എന്നെ നടത്തണമേ. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ഫലം അധികമായി പുറപ്പെടുവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ സാർവലൗകികമായി വിശ്വാസികളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് എന്താണ്? നമുക്ക് എത്ര നാൾ ലഭിച്ചാലും അതെപ്രകാരം നാം പ്രയോജനപ്പെടുത്തുന്നു എന്ന വലിയ പ്രശ്നമൊന്നുമല്ല. കിട്ടിയിരിക്കുന്ന നാളുകൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ അവയ്ക്ക് വലിയ വിലയൊന്നുമില്ല. കിട്ടാൻ അർഹതയില്ലാത്തതിനെ പറ്റിയാണ് നമുക്ക് ഏറ്റവും വലിയ ദാഹവും താല്പര്യവും ആവേശവും ഭക്തിയും എന്ന് പറയുമ്പോൾ, ഇതിന് മലയാളത്തിൽ നല്ലൊരു വാക്കുണ്ട്, കിറുക്ക് എന്ന് പറയും. കിറുക്ക്. കർത്താവായ യേശു ക്രിസ്തു എത്ര വർഷം ജീവിച്ചു? 33 വർഷം അല്ലേ? ഈ ഉള്ളവന് 75 വയസ്സ് പ്രായമുണ്ട്. ഈ 75 വയസ്സുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു 33 വയസ്സിൽ ചെയ്ത
ശുശ്രൂഷയുടെ ഒരു 0.11% എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? എനിക്ക് നിങ്ങളുടെ കാര്യം അറിയില്ല, എനിക്ക് എൻ്റെ കാര്യം അറിയാം. അയ്യോ ഇല്ല, ഞാൻ പരാജയപ്പെട്ടു, എനിക്ക് നന്നേ അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നാം എത്ര നാൾ ഈ ഭൂമിയിൽ വസിച്ചു എന്നതല്ല പ്രശ്നം, അല്ലെങ്കിൽ നേട്ടം. ഓരോ ദിവസവും എത്ര മനോഹരമായി, എത്ര അർത്ഥവത്തായി, ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, സിഗ്നിഫിക്കൻ്റ്ലി നാം ജീവിക്കുന്നു എന്നതാണ് നാം കരുതേണ്ടത്. അതിൻ്റെ പേരാണ് സമൃദ്ധമായ ജീവൻ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്ക് മനഃപ്പാഠമാണ്. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്ര ഞാൻ വന്നത്. എന്താണ് സമൃദ്ധമായ ജീവൻ? 100 വർഷം ജീവിച്ചിരിക്കുന്നതാണ്, അല്ല 110 വർഷം, 120 വർഷം ജീവിച്ചിരിക്കുന്നതാണ്. ഇപ്പം ഹിന്ദു ദർശനമനുസരിച്ച് ഒരു പുരുഷായുസ് എന്ന് പറയുന്നത് 120 വർഷമാണ്. പക്ഷേ വേദപുസ്തകത്തിൽ അങ്ങനെയല്ല. 60 വർഷം, ഏറിയാൽ 70 വർഷം, അല്ല അതിൽ കൂടി 80 ആയാൽ 70 തൊട്ട് 80 വയസ്സ് വരെയുള്ള നീട്ടം, അത് ഭാരവും പ്രയാസവുമായിരിക്കും, അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സമൃദ്ധമായ ജീവൻ എന്ന ആശയം അത് നീളമുള്ള ജീവിതം എന്നല്ല എൻ്റെ അർത്ഥം. പിന്നെയോ ഓരോ നിമിഷവും ഓരോ ദിവസവും അർത്ഥവത്തായ സാധ്യതകൾ കണ്ടെത്തുകയും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ നാം ചിലവഴിക്കുകയും അത്ഭുതകരമായ ആത്മീയമായ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ആ മനോഹരമായ അവസ്ഥയുടെ വെളിച്ചത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് സമൃദ്ധമായ ജീവൻ. അങ്ങനെ ഒരു ജീവൻ്റെ സാക്ഷ്യം ഫ്രാൻസിസ് മാർപ്പാപ്പായിൽ കാണുന്നത് കൊണ്ടാണ് കത്തോലിക്കനല്ലാത്ത ഞാൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ഓർക്കുകയും അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ സൗഖ്യം പ്രാപിച്ച് മടങ്ങി വരണമെന്ന് ദൈവത്തോട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ മരിക്കാൻ കിടക്കുന്നു എന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ദയവായി നിങ്ങൾ എൻ്റെ കാര്യം റെക്കമെൻഡ് ചെയ്യരുത്. കാരണം എൻ്റെ ജീവൻ്റെ മേൽ നിരുപാധികമായ നിയന്ത്രണവും അധികാരവും സൃഷ്ടികർത്താവായ ദൈവത്തിന് മാത്രമാണ് എന്നും ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കണമെന്നും എങ്ങനെ ആയിരിക്കണമെന്നും തീരുമാനിക്കേണ്ടത് അവിടുന്ന് മാത്രമാണെന്നും ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടി ജീവിക്കുന്നതിൽ ഒരർത്ഥവും ഞാൻ കാണുന്നില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനി ഞാൻ ഒരു ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകൻ കൂടെ ആയിരുന്നുകൊണ്ട് ഒരു വാക്ക് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തട്ടെ. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെ പ്രിക്കേറിയസ് എന്ന വാക്കുകൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാം. പ്രിക്കേറിയസ്, ഹിസ് കണ്ടീഷൻ ഈസ് പ്രിക്കേറിയസ്. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. ഗുരുതരം എന്ന് പറയും, ഇംഗ്ലീഷിൽ ക്രിട്ടിക്കൽ എന്ന് പറയും. പണ്ടൊക്കെ അതിന് പ്രിക്കേറിയസ്, അതായത് ജീവനും മരണത്തിനും ഇടയ്ക്ക് ഇങ്ങനെ ആയിത്തീരുന്ന, അവിടെയുമല്ല ഇവിടെയുമല്ല, ഏത് സമയത്തും എന്ത് സംഭവിക്കാം എന്ന അവസ്ഥയിൽ കഴിയുന്ന ഒരാളെപ്പറ്റി ഉപയോഗിക്കുന്ന ഒരു പദമാണ് പ്രിക്കേറിയസ്. ഈ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള അർത്ഥം ഗോട്ട് ഓൺലി ത്രൂ പ്രെയർ എന്നാണ് പ്രിക്കേറിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ വാക്കിൻ്റെ അർത്ഥം ഉറവിടം അന്വേഷിച്ച് നിങ്ങൾ ചരിത്രത്തിൽ സഞ്ചരിച്ചു പോയാൽ നിങ്ങൾ ചെന്നെത്തുന്നത് ഞാൻ ഈ പറഞ്ഞ ഇടത്താണ്. ഹിസ് കണ്ടീഷൻ ഈസ് പ്രിക്കേറിയസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനിയും അവന് ദൈവമല്ലാതെ മറ്റാരും തുണയില്ല. ഡോക്ടേഴ്സിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല, വൈദ്യശാസ്ത്രം തോറ്റു, ശാസ്ത്രം തോറ്റു, ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന ഒരു അംഗീകാരം ആ വാക്കിലുണ്ട്. പ്രിക്കേറിയസ്, ദാറ്റ് വിച്ച് ഈസ് ഗോട്ട് ഓൺലി ത്രൂ പ്രെയർ എന്നാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള എറ്റിമോളജിക്കൽ മീനിങ്. അപ്പം അങ്ങനെയുള്ള അംഗീകാരം ഭാഷയിലുമുണ്ട് എന്ന് ഒന്ന് സൂചിപ്പിക്കാൻ അല്പം കൗതുകമേറിയ ഈ ഒരു ആശയം ഞാൻ ഇതിനോട് ഉൾപ്പെടുത്തി എന്ന് മാത്രം. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്നേഹിക്കുന്നു,
വിലമതിക്കുന്നു, കരുതുന്നു എന്നതുകൊണ്ട് മറ്റ് കുലത്തിൽപ്പെട്ട മറ്റ് വ്യക്തികളെ ബാധിക്കുന്ന, നിയന്ത്രിക്കുന്ന മർമ്മങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു എക്സംഷൻ വേണമെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ്. മാർപ്പാപ്പായും ഈ ഉള്ളവനും നിങ്ങൾ ഓരോരുത്തരും ട്രംപും മോദിയും പുടിനും സെലൻസ്കിയും പിന്നെ ഈ തെരുവിൽ ഭിക്ഷയാചിച്ച് നടക്കുന്ന വ്യക്തികളും എല്ലാം ഒന്നാണ്. അവരുടെ എല്ലാവരുടെയും ജീവന് തുല്യവില കൊടുക്കുന്ന ഒരു ദൈവം, പക്ഷാഭേദം കാണിക്കാത്ത ഒരു ദൈവം, എല്ലാവരെയും തുല്യമായി വിലമതിക്കുന്ന ഒരു ദൈവം. ആ ദൈവമാണ് നമ്മുടെ ആശ്വാസത്തിൻ്റെ പ്രധാനം, ആശ്വാസത്തിൻ്റെ യുക്തി, അടിസ്ഥാനം. ആ ദൈവത്തിൻ്റെ നിശ്ചയത്തിൻ്റെ കീഴിലാണ് മാർപ്പാപ്പയും. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് അറിയാം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകം പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത്, മാർപ്പാപ്പ ആശുപത്രിയിൽ ചികിത്സ വിധേയമായി കഴിയുന്ന കാലത്ത് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അദ്ദേഹം വളരെ സന്തുഷ്ടനാണ്. സന്തോഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ദീപ്തമാണ് എന്ന അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലെന്തെങ്കിലും അതിശയോക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ജീവിതം അർത്ഥവത്തായി കഴിച്ചുകൂട്ടിയ ഒരു വ്യക്തിക്ക് ജീവിത സായാഹ്നത്തിൽ അഭൗമമായ സന്തോഷം അവകാശമാണ് എന്നത് എല്ലാവർക്കും കണ്ണടച്ച് വിശ്വസിക്കാൻ യോഗ്യമായ പരമമായ സത്യമാണ്. അപ്രകാരമുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ, ജീവിത സായാഹ്നത്തിൽ അത് നമ്മുടെ അവകാശമാക്കുവാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ആ ഒരവസ്ഥയിൽ പ്രവേശിക്കത്തക്കവണ്ണം പക്വതയോടും ചുമതലബോധത്തോടും ആത്മീയ അച്ചടക്കത്തോടും കൂടെ ലഭിക്കുന്ന ഓരോ നാളും പ്രയോജനപ്പെടുത്തുവാനുള്ള ബുദ്ധി നമുക്ക് ഏവർക്കും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അനുഗ്രഹീതനായ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അവിസ്മരണീയമായ ആത്മീയ നേതൃത്വത്തെ ലോകത്തിലെ ക്രിസ്തീയ സമൂഹമാകമാനം എക്കാലം ഓർക്കുകയും വിലമതിക്കുകയും ചെയ്യുമെന്നത് എൻ്റെ അടിയുറച്ച വിശ്വാസമാണ് എന്നും കൂടെ സൂചിപ്പിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഉയരത്തിൽ നിന്ന് സർവബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം കലവറയില്ലാതെ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.